അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ ഗുരു ഇങ്ങനെ ഓരോന്ന് പറയും, ഇങ്ങനെ ചെയ്യും, എന്നിട്ട് അത് മാറ്റിവെക്കും. എന്നിട്ട് ഗുരു ഈ പറയുന്ന ഗുരു ഒരു യൂണിവേഴ്സൽ മൈൻഡ് വെച്ചിട്ടാണ് ചിന്തിക്കുന്നത്. ഒരു വ്യക്തി ഗുരു ഇങ്ങനെ പറഞ്ഞാലും വേറൊരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം അഡ്ജസ്റ്റ് ചെയ്യും, മാറ്റിവെക്കും, തിരുത്തും. ഇതെല്ലാം ഗുരുവിനോടൊത്ത് പ്രവർത്തിച്ച ഗുരു ഒരു ദൈവം പോലെ അല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മളോടൊപ്പം ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെയാണ് പ്രവർത്തിച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം മാറ്റിക്കൊണ്ട് തന്നെ ഇരുന്നു. ഒരു അവസാനം വരെയും അടിക്കടി ഓരോ കാര്യങ്ങളും മാറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാം മാറ്റേണ്ടതാണ്. അത് എല്ലാ സ്ഥലങ്ങളിലും മാറ്റേണ്ടതാണ്. അത് മാറ്റിക്കൊണ്ടിരുന്നു. ഗുരു പറഞ്ഞ കാര്യങ്ങൾ പോലും ഗുരു ശരീരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഗുരുവിൻ്റെ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാലും ആ ഗുരു അറിയിച്ചാൽ, ഇവിടെ ആ ദർശനവശത്തു നിന്ന് അറിയിച്ചാൽ അത് മാറ്റിയേ പറ്റൂ. അത് കാര്യം ഈ യൂണിവേഴ്സൽ മെട്രിക്സ് ഇങ്ങനെ ആയതുകൊണ്ട് സമയാസമയങ്ങളിൽ കാര്യങ്ങൾ മാറ്റിയേ പറ്റൂ, അല്ലാതെ വഴിയില്ല. അതുപോലെ എല്ലാ തീരുമാനങ്ങളും എല്ലാ കാര്യങ്ങളും ഗുരു ചെയ്യിച്ച പോലെ ചെയ്യുന്നു. പിന്നെ ഇദ്ദേഹം പറയുന്ന പോലെ ഇതൊരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരു ഗുരു മാർഗത്തിലൊക്കെ വരുമ്പോൾ ഒരു ഗുരു ഒറ്റയ്ക്കല്ല പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതൊരു ട്രസ്റ്റാണ്. കാര്യം ഒരു ഗുരു ഒറ്റയ്ക്ക് വന്നിരുന്ന് ദൈവം എന്ന് പറഞ്ഞ ആരെങ്കിലും വരുമോ? അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വ്യക്തികൾ കളക്റ്റീവായിട്ട് ആ സമയങ്ങളിൽ ചേർന്നിട്ടുണ്ട്. ഗുരുവിൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് ശിഷ്യന്മാരും വ്യക്തികളും ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചു. അപ്പോൾ അത് ഗുരു ഒറ്റയ്ക്കല്ല ഇതൊന്നും. ഒരുപാട് ശിഷ്യന്മാരും വ്യക്തികളും ഗൃഹസ്ഥാശ്രമികളും എല്ലാം കൂടെ ചേർന്ന ഒരു കൂട്ടായ തീരുമാനങ്ങളാണ് എല്ലാം. എക്കാലത്തും അങ്ങനെ ഒരു സംഘടനാ സ്വഭാവത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ പോലും ഈ പറയുന്ന ശിഷ്യന്മാരും എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. കാര്യം ശിഷ്യന്മാരില്ലാതെ ആശ്രമം ഉണ്ടാവും, ഗുരു മാത്രം മതിയാവും. ഗുരു മാത്രമായിട്ട് ആശ്രമം ഉണ്ടാവും. അപ്പോൾ ശിഷ്യന്മാരും എല്ലാവരും ചേർന്നൊരു കളക്റ്റീവ് പ്രവർത്തനമാണ്. ഇപ്പോൾ ശിഷ്യപൂജിത എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഇവർ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിൽ ഗുരു പ്രവർത്തിച്ചിട്ട് ഗുരു അവിടെ ഗുരുവാവാൻ ശ്രമിച്ചില്ലല്ലോ, ഗുരു സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുപോലെ മാറിപ്പോകണം. ഇവരുടെയൊക്കെ ചുമ്മാ ജൽപ്പനങ്ങളാണെങ്കിൽ ഞാനൊരു മറുപടി പറയാൻ. അതായത് ഇപ്പം ശിഷ്യപൂജിത വളരെ കുഞ്ഞു പ്രായം മുതലേ ഇവിടെ വന്ന് ഗുരുവിനോടൊപ്പം ശിഷ്യയായിട്ട് പ്രവർത്തിച്ച് ഗുരുശിഷ്യ ബന്ധത്തിൽ അവസാനം വരെ നിന്നതാണ്. അപ്പോൾ ആ ഗുരുശിഷ്യ ബന്ധത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഗുരു ശിഷ്യപൂജിതയെ കൊണ്ട് ഈ ആശ്രമത്തിൽ ചെയ്യിച്ചിരിക്കുന്നു. അപ്പോൾ ഒരാൾ ഇത്രയും കാലം അവിടെ ചെലവഴിച്ച് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ വർക്കും ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയുടെ ജീവിതവും മജ്ജയും മാംസവും ഒക്കെ ചേർന്നതാണ് ഈ ആശ്രമം. ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ആശ്രമം അല്ല ഇത്. അങ്ങനെ ഓരോ വ്യക്തികളുടെയും എത്രയോ പേരുടെ ഗുരു പറഞ്ഞു ഇത് നിങ്ങളെ അവകാശം, നിങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. സന്യാസിമാരും. കാര്യം ഇത് ഒരു ഗുരു ഒറ്റയ്ക്ക് നിന്നാൽ പറ്റുന്നതല്ല. എല്ലാ വ്യക്തികളും ദൈവികമായ ഒരു ധർമ്മത്തിന് വേണ്ടി ആണെന്ന് മനസ്സിലാക്കിയിട്ട്, ഗുരുവിൻ്റെ പേഴ്സണൽ കാര്യത്തിനല്ല വന്നത്, ദൈവത്തിൻ്റെ കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ സമ്പത്തും അവരുടെ ആരോഗ്യവും കോൺട്രിബ്യൂഷനും ഒക്കെ സമർപ്പിച്ച് പ്രവർത്തിച്ച് ആണിത് ഇത്രയും വലിയ പ്രസ്ഥാനമായി മാറിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഗുരു ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല. ആ ദൈവനിശ്ചയം പോലെ ഓരോന്ന് അറിയിപ്പിനനുസരിച്ചാണ് അന്നും ചെയ്തുകൊണ്ടിരുന്നത്, ഇന്നും ചെയ്തുകൊണ്ടിരുന്നത്.